എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് SCRT റിവിഷൻ സീരീസ് ആണ്. അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായാൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള PSC ട്രെൻഡ്സ് അവസാനം Z ആണ്. ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയും കയറാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞ സന്ദർഭം ഏതാണ്? നിസ്സഹകരണ സമരവേളയിൽ, നിയമലംഘന സമരവേളയിൽ, ക്വിറ്റ് ഇന്ത്യ സമരവേളയിൽ, ഇവയൊന്നുമല്ല. ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ക്വിറ്റ് ഇന്ത്യ സമരവേളയിലാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്വിറ്റ് ഇന്ത്യ സമരവേളയിൽ ഗാന്ധിജി നടത്തിയ പ്രസംഗമാണ് എന്ത് ഈ മുകളിൽ പറഞ്ഞത്. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ സമരവേളയിലാണ്. അപ്പോൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത് ക്വിറ്റ് ഇന്ത്യ സമരവേളയിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്. അടുത്തത് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ അവസാനത്തെ ബഹുജന സമരം എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം എന്ന് പറയുന്നത് ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അവസാനത്തേത് ക്വിറ്റ് ഇന്ത്യ സമരവും ആദ്യത്തേത് നിസ്സഹകരണ സമരമാണ്. അപ്പോൾ ആദ്യത്തേത് നിസ്സഹകരണവും അവസാനത്തേത് ക്വിറ്റ് ഇന്ത്യ സമരവുമാണ്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? 1929 ലാഹോർ സമ്മേളനം, 1942 ബോംബെ സമ്മേളനം, 1938 ഹരിപുര സമ്മേളനം, 1916 ലക്നൗ സമ്മേളനം. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1942 ബോംബെ സമ്മേളനം. 1942 ബോംബെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. ഓഗസ്റ്റ് 9 എന്ത് ചെയ്തു? ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചു. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 9 ആണ്. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം പാസ്സാക്കിയത്. 1942 ബോംബെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. ഒന്നാം ഓപ്ഷന് 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ നിരവധി തവണ പറഞ്ഞതാണ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഇത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യണോ അത്രത്തോളം നമുക്ക് കൂടുതൽ പഠിക്കും. 1929 ലാഹോർ സമ്മേളനം ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പാസ്സാക്കിയത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. ലാഹോർ സമ്മേളനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനവും 1929 ലാഹോർ സമ്മേളനമാണ്. അപ്പോൾ 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണെന്ത് പൂർണ്ണ സ്വരാജ് പാസ്സാക്കിയത്. അതുപോലെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അത് രണ്ടും എന്താണ്? 1929 ലാഹോർ സമ്മേളനത്തിലാണ്. 1938 ഹരിപുര സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണ്? 1938 ഹരിപുര സമ്മേളനത്തിലാണ്
നമ്മുടെ നന്ദലാൽ ബോസിൻ്റെ ഗ്രാമീണ ചണ്ടക്കാരൻ എന്ന ചിത്രം പ്രദർശിപ്പിച്ചത്. അതുപോലെ ആ കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായിട്ട് ഇത് തിരഞ്ഞെടുക്കുകയും ചെയ്തത് 1938 ഹരിപുര സമ്മേളനത്തിലാണ്. 1916 ലക്നൗ സമ്മേളനത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച സമ്മേളനം ആണെന്ത് 1916 ലക്നൗ സമ്മേളനം. അതുപോലെ സർവേന്ത്യ മുസ്ലിം ലീഗുമായി ചേർന്നുകൊണ്ട് ദേശീയ പ്രക്ഷോഭം ശക്തമാക്കാൻ തീരുമാനിച്ച സമ്മേളനവും 1916 ലക്നൗ സമ്മേളനമാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് എന്നാണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് 1942 ഓഗസ്റ്റ് 9, 1942 ഓഗസ്റ്റ് 8, ഓഗസ്റ്റ് 6, 1942 ഓഗസ്റ്റ് 7. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1942 ഓഗസ്റ്റ് 8-നാണ് എന്ത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് 1942 ഓഗസ്റ്റ് 8-നാണ്. ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലാണ് എന്ത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. 1942 ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9-ആണ്. പക്ഷേ പ്രമേയം പാസ്സാക്കിയത് ഓഗസ്റ്റ് 8-ആണ്. 1942 ഓഗസ്റ്റ് ബോംബെ സമ്മേളനത്തിലാണ് എന്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബോംബെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9-നാണ്. അടുത്ത ചോദ്യം അത് തന്നെയാണ്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചത് ഓഗസ്റ്റ് 9. ഓപ്ഷൻ ബി ഓഗസ്റ്റ് 9-ആണ് എന്ത് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചത്. പ്രമേയം പാസ്സാക്കിയത് ഓഗസ്റ്റ് 8-ന്, ദിനമായി ആചരിച്ചത് ഓഗസ്റ്റ് 9-ന്. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഓഗസ്റ്റ് 9-ആണ്. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. പ്രമേയം അവതരിപ്പിച്ചത് 1942 ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. എന്നാൽ ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചത് ഓഗസ്റ്റ് 9-ആണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെ? ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെ? താഴെ 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തേത് നോക്കാം. ഇന്ത്യയിൽ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം. അതെന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ഘടകമാണ്. ഇന്ത്യയിൽ ഭരണഘടന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ഘടകമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിരോധിക്കാനുള്ള നീക്കം അതെന്താണ്? അത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ഘടകം അല്ല. അപ്പോൾ 2ആണ് എന്ത് ഉത്തരം. അപ്പോൾ ഇനി മറ്റ് 2 ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി. അതുപോലെ 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഘടകം ഇന്ത്യയിൽ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം. 2ാമത്തേത് വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി. 3ാമത്തേത് 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ. ഈ ഒരു 3 കാരണമാണ് എന്ത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ഘടകങ്ങൾ. അപ്പോൾ ഇതിൽ കാരണം ആയ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. അത് 2ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിരോധിക്കാനുള്ള നീക്കം എന്നുള്ള കാര്യമാണെന്ത് ഇതിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ 2ആണ് ഉത്തരം. അങ്ങനൊരു സംഭവം എന്താണ് നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് അതാണ് ഇതിൽ ഉൾപ്പെടാത്ത കാര്യം. ബാക്കിയുള്ള 3 കാരണങ്ങളും എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ഘടകങ്ങളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ? അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് കുറേ നിർദ്ദേശങ്ങൾ നൽകി. അതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ എന്നാണ് ചോദ്യം. അപ്പോൾ താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നൽകിയ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ എന്നാണ് ചോദ്യം. ഒന്നാമത്തെ നോക്കാം. നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. അത് ഗാന്ധിജി നൽകിയ നിർദ്ദേശമാണ്. അപ്പോൾ അതിൽ ഉൾപ്പെടും. 2 കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. അതും എന്താണ് ഗാന്ധിജി നൽകിയ നിർദ്ദേശമാണ്. 3ാമത്തേത് സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോട് കൂറ് പരസ്യമാക്കണം. അതും എന്താണ് ഗാന്ധിജി നൽകിയ നിർദ്ദേശമാണ്. 4ാമത്തേത് നോക്കാം. പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. അതും എന്താണ് ഗാന്ധിജി നൽകിയ നിർദ്ദേശമാണ്. അപ്പോൾ 1, 2, 3, 4 എന്നിവ എന്നാണ് ഇത് ഉത്തരം. അപ്പോൾ ഈ 4ഉം എന്താണ് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ്. അപ്പോൾ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് 1, 2, 3, 4 ഈ 4ഉം എന്താണ് ആ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടും. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നോക്കാം.
ഒന്നാമത്തെ നിർദ്ദേശം എന്തായിരുന്നു? നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം എന്നായിരുന്നു ഒന്നാമത്തെ നിർദ്ദേശം. രണ്ടാമത്തെ നിർദ്ദേശം കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്, അതായത് കർഷകർ ഭൂനികുതി കൊടുക്കരുത് എന്ന്. മൂന്നാമത്തെ നിർദ്ദേശം സർക്കാർ ജീവനക്കാരെന്ത് ചെയ്യണം? രാജിവെക്കാതെ തന്നെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം. അതുപോലെ പട്ടാളക്കാർക്കുള്ള നിർദ്ദേശം എന്തായിരുന്നു? പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം, അതായത് സ്ഥാനങ്ങൾ വെടിയാതെ ഇന്ത്യക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. ഇതായിരുന്നു, ഈ 4 നിർദ്ദേശങ്ങളായിരുന്നു ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് നൽകിയത്. ഒന്നുകൂടി നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? നാട്ടുരാജാക്കന്മാരോട് പറഞ്ഞു, നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണമെന്ന് നാട്ടുരാജാക്കന്മാരോട് നിർദ്ദേശിച്ചു. കർഷകരോട് എന്താണ് നിർദ്ദേശിച്ചത്? കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത് എന്ന് കർഷകരോട് നിർദ്ദേശിച്ചു. സർക്കാർ ജീവനക്കാരോട് നിർദ്ദേശിച്ചത് എന്താണ്? സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമായി പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ പരസ്യമാക്കണം എന്ന് നിർദ്ദേശിച്ചു. പട്ടാളക്കാരോട് നിർദ്ദേശിച്ചത് എന്താണ്? പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. അപ്പോൾ ഈ 4 നിർദ്ദേശങ്ങളാണ് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയത്. അടുത്ത ചോദ്യം നോക്കാം. പൊതുവികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല. പൊതുവികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല. സുഭാഷ് ചന്ദ്രബോസ് ഇപ്രകാരം പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? അപ്പോൾ ഈ വാക്ക് പറഞ്ഞത് എന്താണ്? ദേശീയ ദുരന്തം അല്ലാതെ ഒന്നുമല്ല എന്നുള്ളത് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസാണ്. എന്തിനെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്? ചൗരി ചൗര സംഭവത്തെക്കുറിച്ച്, നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെക്കുറിച്ച്, ജാലിയൻ വാലാബാഗിനെക്കുറിച്ച്, നിയമലംഘന സമരത്തെക്കുറിച്ച്. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് സുഭാഷ് ചന്ദ്രബോസ് ഇപ്രകാരം പറഞ്ഞത്? ഗാന്ധിജി ചൗരി ചൗര സംഭവത്തിന് ശേഷം ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചു. ഇങ്ങനെ ഗാന്ധിജി ചൗരി ചൗര സംഭവത്തിന് ശേഷം നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെക്കുറിച്ചാണ് സുഭാഷ് ചന്ദ്രബോസ് ഇപ്രകാരം പറഞ്ഞത്. അപ്പോൾ ഒരു ദേശീയ ദുരന്തം എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെക്കുറിച്ചാണ്. അപ്പോൾ ചൗരി ചൗര സംഭവത്തിന് ശേഷം എന്ത് ചെയ്തു? ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. അപ്പോഴാണ് സുഭാഷ് ചന്ദ്രബോസ് പ്രകാരം പറഞ്ഞത്, പൊതുവികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞത് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെക്കുറിച്ചാണ്. ആരാണ് പറഞ്ഞത്? സുഭാഷ് ചന്ദ്രബോസാണ് ഇപ്രകാരം പറഞ്ഞത്. അടുത്തത് നോക്കാം. ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ്? മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, CR ദാസ്. ഇപ്പോൾ ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ്? CR ദാസ് ആണ്. ചിത്തരഞ്ജൻ ദാസ് അഥവാ CR ദാസ് ആണ് ദേശബന്ധു എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് 1922 ചൗരി ചൗര സംഭവത്തിന് ശേഷമാണ്. ഇതിന് ശേഷം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ നിസ്സഹകരണ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ച ആളുകളാണ് ആര്? മോത്തിലാൽ നെഹ്റുവും ദേശബന്ധു എന്നറിയപ്പെടുന്ന CR ദാസും. അപ്പോൾ ദേശബന്ധു ചിത്രരഞ്ജൻ ദാസ് അഥവാ CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവർ ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിസ്സഹകരണ ആശയങ്ങളിൽ വിയോജിച്ചുകൊണ്ടാണ് ഇവർ സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. അവർ പറഞ്ഞു നിയമസഭകൾ ബഹിഷ്കരിക്കുകയല്ല, നിയമസഭകളിലേക്കൊക്കെ മത്സരിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വരാജ് പാർട്ടി രൂപീകരിച്ച് നിയമസഭകളിലേക്കൊക്കെ മത്സരിക്കുകയും ചെയ്തു. അപ്പോൾ ദേശബന്ധു എന്നറിയപ്പെടുന്നത് CR ദാസാണ്. അപ്പോൾ മോത്തിലാൽ നെഹ്റുവും CR ദാസും ചേർന്ന് 1923 രൂപീകരിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ലാലാ ലജ്പത് റായും ബാലഗംഗാധര തിലകും എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ തീവ്ര ദേശീയതയുടെ നേതാക്കളാണ്. ലാൽ ബാൽ പാൽ കൂട്ടുകെട്ടിലെ ആളുകളാണ് ആര്? ലാലാ ലജ്പത് റായും ബാലഗംഗാധര തിലകും. ഇതിലെ മറ്റാൾ ആരാണ്? വിപിൻ ചന്ദ്രപാലാണ്. അപ്പോൾ ലാലാ ലജ്പത് റായ്, വിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക് എന്നിവരാണ് ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്ന് അറിയപ്പെട്ടിരുന്നത്. അടുത്തത് നോക്കാം. ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ്. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമരരീതിയെ എതിർത്ത പ്രധാന നേതാക്കളായിരുന്നു
മോത്തിലാൽ നെഹ്റു, CR ദാസ് എന്നിവർ. അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമരരീതിയെ എതിർത്ത പ്രധാന നേതാക്കളായിരുന്നു മോത്തിലാൽ നെഹ്റു, CR ദാസ്, ദേശബന്ധു CR ദാസ് അഥവാ ചിത്രരഞ്ജൻ ദാസ് എന്നിവർ. 1923 മോത്തിലാൽ നെഹ്റു, CR ദാസ് എന്നിവർ ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. അതും എന്താണ്? ശരിയാണ്. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. നിയമനിർമ്മാണ സഭകളെ ബഹിഷ്കരിക്കാതെ പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദിയാക്കണമെന്ന് ഇവർ വാദിച്ചു. അപ്പോൾ നിയമനിർമ്മാണ സഭകളെ ബഹിഷ്കരിക്കാതെ പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദിയാക്കി നിയമനിർമ്മാണ സഭകളെ മാറ്റണമെന്ന് CR ദാസും മോത്തിലാൽ നെഹ്റുവും വാദിച്ചു. നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുകയും ചെയ്തു. അങ്ങനെ വാദിക്കുകയും ഇവരെന്ത് ചെയ്തു? സ്വരാജ് പാർട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ ഇവർ നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുകയും ചെയ്തു. ശരിയായ പ്രസ്താവന എന്താണ്? 1, 2, 3, 4 4 പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഉത്തരം എന്താണ്? 1, 2, 3, 4 എന്നിവ ശരി എന്നാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഒന്നുകൂടി നോക്കാം. പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ അതൊന്നുകൂടി വായിച്ച് നോക്കാം. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമരരീതിയെ എതിർത്ത പ്രധാന നേതാക്കളായിരുന്നു മോത്തിലാൽ നെഹ്റുവും CR ദാസ് അഥവാ ചിത്രരഞ്ജൻ ദാസ്. ചിത്രരഞ്ജൻ ദാസ് ആരാണ്? ദേശബന്ധു എന്നറിയപ്പെടുന്ന ആളാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞതാണ്. 1923 ഇവർ രണ്ടുപേരും ചേർന്ന് മോത്തിലാൽ നെഹ്റുവും CR ദാസും ചേർന്നുകൊണ്ട് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. നിയമനിർമ്മാണ സഭകളെ ബഹിഷ്കരിക്കാതെ പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുള്ള വേദിയാക്കി നിയമനിർമ്മാണ സഭകളെ മാറ്റണമെന്ന് ഇവർ വാദിച്ചു. കൂടാതെ എന്ത് ചെയ്തു? അവർ നിയമനിർമ്മാണ സഭകളിലേക്ക് സ്വരാജ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മത്സരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം നോക്കാം. 1928 ഡൽഹിയിൽ വെച്ച് വിപ്ലവകാരികളായ ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് രൂപീകരിച്ച സംഘടന ഏതാണ്? 1928 ഡൽഹിയിൽ വെച്ച് വിപ്ലവകാരികളായ ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് രൂപീകരിച്ച സംഘടന ഏതാണ്? ഓപ്ഷൻ എ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഓപ്ഷൻ സി ഹിന്ദുസ്ഥാൻ മാവോയിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഓപ്ഷൻ ഡി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആർമി. ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയാണെന്ത്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് രൂപീകരിച്ചത്. എന്നാണ് രൂപീകരിച്ചത്? 1928 എവിടെയാണ് രൂപീകരിച്ചത്? ഡൽഹിയിലാണ്. അപ്പോൾ 1928 ഡൽഹിയിൽ വെച്ച് വിപ്ലവകാരികളായ ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന. അടുത്ത ചോദ്യം നോക്കാം. സായുധ വിപ്ലവത്തിനായി ഭഗത് സിംഗ്, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ് എന്നിവർ രൂപീകരിച്ച സേനാ വിഭാഗം ഏതാണ്? സായുധ വിപ്ലവത്തിനായി ഭഗത് സിംഗ്, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ് എന്നിവർ രൂപീകരിച്ച സേനാ വിഭാഗം ഏതാണ്? ഹിന്ദുസ്ഥാൻ ആർമി, ഇന്ത്യൻ നാഷണൽ ആർമി, റിപ്പബ്ലിക്കൻ ആർമി, സോഷ്യലിസ്റ്റ് ആർമി. ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. റിപ്പബ്ലിക്കൻ ആർമിയാണ്. അപ്പോൾ സായുധ വിപ്ലവത്തിനായി ഭഗത് സിംഗ്, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ് എന്നിവർ രൂപീകരിച്ച സേനാ വിഭാഗമാണെന്ത്? റിപ്പബ്ലിക്കൻ ആർമി. ഇവർ രൂപീകരിച്ച സംഘടന ഏതാണ്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനാണ്. അപ്പോൾ സായുധ വിപ്ലവത്തിനായി ഇവർ രൂപീകരിച്ച സേനാ വിഭാഗമാണെന്ത്? റിപ്പബ്ലിക്കൻ ആർമി. യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടി യുവാക്കളെ വിപ്ലവത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഇവർ റിപ്പബ്ലിക്കൻ ആർമി എന്ന സംഘടന രൂപീകരിച്ചത്. നേരെ മറിച്ച് 1928 ഇവർ രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. എന്നാൽ സേനാ വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ റിപ്പബ്ലിക്കൻ ആർമിയാണ്. യുവാക്കളെ സമരസജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെയൊരു സംഘടന രൂപീകരിച്ചത്, ഇങ്ങനെയൊരു സേനാ വിഭാഗം രൂപീകരിച്ചത്. അടുത്തത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തെ പ്രസ്താവന: പോലീസ് ലാത്തിച്ചാർജിൽ മരണപ്പെട്ട സ്വതന്ത്ര സമര സേനാനിയാണ് ലാലാ ലജ്പത് റായ്. അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. പോലീസ് ലാത്തിച്ചാർജിൽ മരണപ്പെട്ട സ്വതന്ത്ര സമര സേനാനിയാണ് ആര്? ലാലാ ലജ്പത് റായ്. ഇതിന് കാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സിനെ
വിപ്ലവകാരികൾ ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊന്നു. അതും എന്താണ് ശരിയാണ്. അപ്പോൾ ഈ ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ സാൻഡേഴ്സിനെ ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊന്നത് ആരാണ്? ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു എന്നിവർ ചേർന്ന് ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊന്നു. അപ്പോൾ അതെന്താണ്? അതും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. അതും എന്താണ് ശരിയാണ്. കരിനിയമങ്ങൾ പാസ്സാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും എന്ത് ചെയ്തു? സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞു. ഇതിനെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കരിനിയമങ്ങൾ പാസ്സാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്നുകൊണ്ട് ബോംബെറിഞ്ഞു. ഇതിന് ശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ 3 പ്രസ്താവനകൾ ശരിയാണ്. ഇനി 4ാമത്തെ പ്രസ്താവന നോക്കാം. 1930 മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. ഈ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഇതിൽ തെറ്റ്? 1930 അല്ല, 1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയത്. 1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയത്. അപ്പോൾ ഇതിൽ പ്രസ്താവന 4 തെറ്റ്. ബാക്കിയുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. പോലീസ് ലാത്തിചാർജിൽ മരണപ്പെട്ട സ്വതന്ത്ര സമര സേനാനിയാണ് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് മരണപ്പെട്ടതിന് കാരണക്കാരനായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനാണ് ആര്? സാൻഡേഴ്സൺ. അദ്ദേഹത്തെ ഭഗത് സിംഗും കൂട്ടാളികളും ചേർന്നുകൊണ്ട് ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊന്നു. ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. അതേ തുടർന്നാണ് ഇവർ പിടിക്കപ്പെടുന്നത്. എന്തിനാണ് ഇവർ ബോംബെറിഞ്ഞത്? ജനവിരുദ്ധ കരിനിയമങ്ങൾ പാസ്സാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവർ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞത്. 1930 മാർച്ച് 23 1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയത്. 1930 1931 മാർച്ച് 23 ഇവരെ തൂക്കിലേറ്റിയത്. വിപ്ലവ സംഘടനകളും സ്ഥാപകരും തമ്മിലുള്ള ജോഡിയിൽ ശരിയല്ലാത്ത ജോഡി കണ്ടെത്താനാണ്. താഴെ കുറച്ച് വിപ്ലവ സംഘടനകളും അവർ സ്ഥാപിച്ച നേതാക്കളും തമ്മിലുള്ള ജോഡിയിൽ ശരിയല്ലാത്ത ജോഡി കണ്ടെത്താനാണ്. അപ്പം അന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? ചില ആളുകൾ ഗാന്ധിയൻ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് നിന്ന ആളുകൾ ചില സംഘടനകൾ, വിപ്ലവ സംഘടനകളൊക്കെ രൂപീകരിച്ചു. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരൊക്കെ. അതുപോലെ തന്നെ എന്ത് ചെയ്തു? അന്ന് വേറെ കുറേ ആളുകളും ഗാന്ധിയൻ ആശയങ്ങളോട് വിയോജിച്ചുകൊണ്ട് ചില സംഘടനകൾ, വിപ്ലവ സംഘടനകൾ രൂപീകരിച്ചു. അപ്പോൾ ആ സംഘടനകൾ രൂപീകരിച്ച അതിൻ്റെ സ്ഥാപകരും അതുപോലെ ആ സംഘടനകളും തമ്മിലുള്ള ജോഡിയാണ് തന്നിട്ടുള്ളത്. അതിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ്. അപ്പോൾ ആദ്യത്തേത് നോക്കാം. അഭിനവ് ഭാരത് സൊസൈറ്റി, വി ഡി സവർക്കർ. അതെന്താണ്? ശരിയാണ്. വി ഡി സവർക്കറാണെന്ത്? അഭിനവ് ഭാരത് സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത്. ഗദ്ദർ പാർട്ടി, ലാലാ ഹർദയാൽ. അതും എന്താണ്? ശരിയാണ്. ലാലാ ഹർദയാലാണെന്ത്? ഗദ്ദർ പാർട്ടി സ്ഥാപിച്ചത്. അനുശീലൻ സമിതി, ബതുകേശ്വർ ദത്ത്. അതെന്താണ്? തെറ്റാണ്. അനുശീലൻ സമിതി ആരാണ്? ബതുകേശ്വർ ദത്ത് അല്ല സ്ഥാപിച്ചത്. ബതുകേശ്വർ ദത്ത് ആരാണ്? സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിയാൻ ഭഗത് സിംഗിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ബതുകേശ്വർ ദത്ത്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സൂര്യ സെൻ. അതെന്താണ്? ശരിയാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന സംഘടന രൂപീകരിച്ചത് സൂര്യ സെൻ ആണ്. അപ്പോൾ ഇതിൽ തെറ്റ് ഓപ്ഷൻ സി ആണ്. അനുശീലൻ സമിതി ആരാണ്? ബതുകേശ്വർ ദത്ത് അല്ല. അതാരാണെന്ന് നമുക്കിനി വരാനുള്ള ചോദ്യത്തിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അനുശീലൻ സമിതി ബതുകേശ്വർ ദത്ത് അല്ല. ബതുകേശ്വർ ദത്ത് ആരാണ്? ഭഗത് സിംഗിനൊപ്പം സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ബോംബെറിഞ്ഞ ആളാണ് ആര്? ബതുകേശ്വർ ദത്ത്. അപ്പോൾ അഭിനവ് ഭാരത് സൊസൈറ്റി, വി ഡി സവർക്കർ. ഗദ്ദർ പാർട്ടി, ലാലാ ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സൂര്യ സെൻ. ഇത്രയും എന്താണ്? ശരിയാണ്. അനുശീലൻ സമിതി സ്ഥാപിച്ച ആളുകളെ നമുക്ക് അടുത്ത ചോദ്യത്തിൽ പരിചയപ്പെടാം. അനുശീലൻ സമിതി സ്ഥാപിച്ചത് വി ഡി സവർക്കർ, ലാലാ ഹർദയാൽ, സൂര്യ സെൻ, ബരീന്ദർ കുമാർ ഘോഷ്. അനുശീലൻ സമിതി സ്ഥാപിച്ചത് ആരാണ്?
ഓപ്ഷൻ ഡി ആണ്, ബരീന്ദർ കുമാർ ഘോഷാണ്. ബരീന്ദർ കുമാർ ഘോഷ് അല്ല, രണ്ടുപേർ ചേർന്നുകൊണ്ടാണ് അനുശീലന സമിതി സ്ഥാപിച്ചത്. അപ്പോൾ അതിൽ ഒരാളാണ് ആര്? ബരീന്ദർ കുമാർ ഘോഷ്. ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസും ചേർന്നാണ് എന്ത് അനുശീലൻ സമിതി എന്ന സംഘടന സ്ഥാപിച്ചത്. അപ്പോൾ അനുശീലൻ സമിതി സ്ഥാപിച്ച ആളുകൾ പുലിൻ ബിഹാരി ദാസും ബരീന്ദർ കുമാർ ഘോഷുമാണ്. ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസുമാണെന്ത് അനുശീലൻ സമിതി എന്ന സംഘടന സ്ഥാപിച്ചത്. അപ്പോൾ ഈ രണ്ട് പേരുകൾ ഓപ്ഷനിൽ ഏത് പേര് വന്നാലും നമുക്ക് ധൈര്യമായി കൊടുക്കാം. പുലിൻ ബിഹാരി ദാസും ബരീന്ദർ കുമാർ ഘോഷും. അടുത്ത ചോദ്യം നോക്കാം. 1934 ബോംബെയിൽ വെച്ച് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പാർട്ടി ഏതാണ്? 1934 ബോംബെയിൽ വെച്ച് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പാർട്ടി ഏതാണ്? ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, സോഷ്യൽ പാർട്ടി ഓഫ് ഇന്ത്യ. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി ആണ്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. 1934 ബോംബെയിൽ വെച്ച് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പാർട്ടിയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തൊക്കെ ഒളിവിൽ നിന്നുകൊണ്ട് അതിന് ഗാന്ധിജിയുടെ അറസ്റ്റിനെ തുടർന്ന് ഒളിവിൽ നിന്നുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ ആളുകളാണ് ആര്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാക്കന്മാരായ ജയപ്രകാശ് നാരായണനും അരുണ അസ്ഫ് അലിയും പോലുള്ള ആളുകളൊക്കെ. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, JP നാരായണൻ. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസാണ് എന്ത് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത്. ആരാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത്? സുഭാഷ് ചന്ദ്രബോസാണ്. ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ ബി ആണ്. INA അഥവാ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആരാണ്? ശരിക്ക് INA സ്ഥാപിച്ചത് ആരാണ്? മോഹൻ സിംഗ് ആണ്. ഓപ്ഷൻ സി, മോഹൻ സിംഗ് ആണ് ശരിക്ക് INA സ്ഥാപിച്ചത്. പക്ഷേ PSC ആൻസർ കീയിൽ ഒരു തവണ എന്ത് ചെയ്തു? റാഷ് ബിഹാരി ബോസ് എന്ന് വന്നു, ഒരു തവണ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വന്നു. SCRTയിൽ എന്താണ്? SCRTയിൽ പറയുന്നുണ്ട് റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു എന്ന് SCRTയിലും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ആൻസർ ചെയ്യുമ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യുക. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് മോഹൻ സിംഗ് എന്ന ആളാണ്. മോഹൻ സിംഗ് ആണെന്ത് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത്. റാഷ് ബിഹാരി ബോസ് പിന്നീട് അത് ഏറ്റെടുത്തു. അതിനുശേഷം ഏറ്റെടുത്ത ആളാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. അപ്പം നമുക്ക് ചോദ്യം തരികയാണെങ്കിൽ SCRT പ്രകാരമാണെങ്കിൽ റാഷ് ബിഹാരി ബോസ് എന്നായിരിക്കും ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഫാക്റ്റ് എന്താണ്? മോഹൻ സിംഗ് ആണ് INA രൂപീകരിച്ചത്. അതാണ് ഫാക്റ്റ്. അടുത്തത് നോക്കാം. ജപ്പാൻ്റെ സഹായത്തോടെ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ അതിർത്തി വരെ എത്തിയ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ദേശീയ പതാക ഉയർത്തിയത് എവിടെയാണ്? അപ്പോൾ ജപ്പാൻ്റെ സഹായത്തോടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി വരെ എന്ത് ചെയ്തു? സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമി എത്തുകയും അവിടെ ത്രിവർണ്ണ പതാക ഉയർത്തുകയും ചെയ്തു. അപ്പോൾ ഈ ദേശീയ പതാക അല്ലെങ്കിൽ ത്രിവർണ്ണ പതാക അവർ ഉയർത്തിയത് എവിടെയാണ്? ഗുവാഹത്തി, ഇംഫാൽ, ഇറ്റാനഗർ, അഗർത്തല. ഇവിടെ എവിടെയാണ് അവർ ത്രിവർണ്ണ പതാക അല്ലെങ്കിൽ ദേശീയ പതാക ഉയർത്തിയത്? അപ്പോൾ ജപ്പാൻ്റെ സഹായത്തോടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി വരെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി എത്തുകയും അവിടെ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. അപ്പോൾ എവിടെയാണ് അവർ ദേശീയ പതാക ഉയർത്തിയത്? ഓപ്ഷൻ ബി ആണ്, ഇംഫാലിലാണ് അവർ ദേശീയ പതാക ഉയർത്തിയത്. അപ്പോൾ ജപ്പാൻ്റെ സഹായത്തോടെ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ അതിർത്തി വരെ എത്തിയ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇംഫാലിൽ വെച്ച് ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. അടുത്തത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? വാഞ്ചി അയ്യരാണ്. ഓപ്ഷൻ സി, വാഞ്ചി അയ്യരാണെന്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി. വാഞ്ചി അയ്യരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി. VO ചിദംബരം പിള്ള നമുക്കറിയാം, സ്വദേശി സ്റ്റീം നാവിഗേഷൻ, അതേപോലെ കപ്പലോട്ടിയ തമിഴൻ എന്നൊക്കെ അറിയപ്പെടും. C രാജഗോപാലാചാരി ആരാണ്? വേദാരണ്യം കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആളാണ് C രാജഗോപാലാചാരി. EV രാമസ്വാമി നായ്ക്കറെ നമുക്കറിയാം, സ്വാഭിമാന പ്രസ്ഥാനം.
പെരിയോർ, വൈക്കം വീരർ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് EV രാമസ്വാമി നായ്ക്കർ. അപ്പോൾ വാഞ്ചി അയ്യരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത്. ഇവരെക്കുറിച്ച് പിന്നെ മാഡം ബിക്കാജി കാമയുടെ ഒരു വാക്കുകൾ SCRTയിൽ ഒരു കോട്ടിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത്. അടുത്ത വീഡിയോയിൽ അടുത്ത ചോദ്യങ്ങളുമായി കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.